ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഫുഡ് ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാട്ടാ. സാദാ ചോറ് ട്ടാ. ഇന്നെന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. പടച്ചോൻ ആയുസ്സും ആഫിയത്തും തരട്ടെ. ഇപ്പോൾ പച്ചക്കറി ഉണ്ട്, മോരുകറി, മീൻകറി ഉണ്ട്. പിന്നെ നമ്മൾ മെയിൻ പപ്പടം ഉണ്ട്, കാണുന്നുണ്ടോ? പിന്നെ ഇതെന്താ? സാമ്പാറുണ്ട്. തുറക്കാൻ കിട്ടുന്നില്ലല്ലോ, കൈയെല്ലാം പോയി. സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല, വെറും വെള്ളരി സാമ്പാറാ, കഷ്ണങ്ങളൊന്നുമില്ല. പിന്നെ ചോറ്, ഉപ്പേരി ഒന്നും ഇല്ലാലോ. എത്ത് ഹോട്ടലത്? എല്ലാം ഉണ്ട് കേട്ടാ. അതാ പറയണ, നമ്മളൊന്നും അറിയാതെ ആരും കുറ്റം പറയരുതാ. ഒരു മീനുണ്ട്, പയറുപ്പേരി ഉണ്ട്, അച്ചാറും ഉണ്ട്. ചോറ് ഇതാ, മീനിതാ വലിയ കഷ്ണം മീനാണ് കേട്ടോ. ചോറ് നമ്മളെ നല്ല ഉപ്പേരി ചോറാണ്. ഉപ്പേരി എല്ലാം എടുക്കും ഞാൻ. ചോറ് വേണമെങ്കിൽ എടുക്കാം. അച്ചാർ അച്ചാറാണ് കേട്ടോ. ദൈമ പറ്റി പിടിച്ച്. ഇനി നമ്മളെന്തുണ്ട്, നമ്മളെ മോരുകറി അത് കുറച്ച് വയ്ക്കാം കേട്ടോ. മോര്, കുമ്പളങ്ങ, സാമ്പാർ തുറന്നച്ചിന്, പിന്നെ മീൻകറി. നിങ്ങളെല്ലാവരും ചോറ് കഴിച്ചോ? ഞാന് ചോറ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ചായ കുടിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് മീൻകറി, എന്താ മീനെന്ന് അറിയില്ല. എന്താ കളർഫുൾ മീൻകറി എല്ലാണ്. ഞാൻ ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ചോറ് കണ്ടല്ലോ, ഹോട്ടലിൽ നിന്ന് വാങ്ങിയത്. മോരുകറി സൂപ്പറാട്ടാ. പിന്നെ മുളക് പൊരിച്ചു വേണ്ടിയത്. നമ്മളെ മീൻകറി കഷ്ണം മീനാണ് കേട്ടാ. മീൻകറി അത്ര പോരാ, പക്ഷെ മോരുകറി സൂപ്പറാ. പിന്നെ സാമ്പാർ, അത് കാണുമ്പോഴേ അറിയാം തട്ടിക്കൂട്ടി സാമ്പാറാണ്. ബാക്കി എല്ലാം നല്ല രസമുണ്ട്. അച്ചാറ് ഈത്തപ്പഴ അച്ചാറാട്ടാ. ഭയങ്കര മധുരം. കഷ്ണം മീനും പപ്പടവും പയറുപ്പേരി എല്ലാം പാടെ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിച്ചോക്കാം.
ഇനി സാമ്പാർ ഇട്ട് കൊടുക്കാം. സാമ്പാറാണോ വെള്ളരി പരിപ്പാ? സാമ്പാർ രാവിലത്തെ സാമ്പാർ രാവിലെ ഹോട്ടലിൽ നിന്ന് ദോശ കിട്ടൂലേ, അതുപോലെ ഉച്ചക്കൊക്കെ ആക്കി. ഞാൻ പറയില്ല തട്ടിക്കൂട്ടി സാമ്പാറാണെന്ന്. ഇഡ്ഡലിക്കും ദോശക്കെല്ലാം തരുന്ന ഒരു കഷ്ണം ഇടാതെ വെള്ളരി മാത്രം ഇട്ടിട്ട്. ആ സാമ്പാർ അപ്പൊ നിങ്ങൾ വിചാരിക്കും താത്ത എന്താ ഇപ്പൊ ഹോട്ടലിൽ നിന്നല്ല വാങ്ങിയെന്ന്. നമ്മളൊരു ഫ്രണ്ടിന് റൂം നോക്കാൻ നടന്നതാ. അപ്പോ ഞാന് ചെറുപയറും കടലയും വെള്ളത്തിലിട്ടീന്. എന്തിനാ കഞ്ഞി വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഉണ്ട് ഓള് വിളിക്കുന്നു. ഇന്നലെ വെള്ളത്തിലിട്ട് പോയതാ. ഓള് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ കൂടെ ഒന്ന് വരും, നമുക്കൊന്ന് 2-3 റൂം നോക്കണം, പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഓളെ കൂടെ പോയപ്പോ ഓള് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ പോയിട്ട് ഉണ്ടാക്കൂ, എനിക്ക് ചോറുണ്ട് ഫ്രിഡ്ജില്, പിന്നെ കഞ്ഞി ആക്കാന്ന് വിചാരിച്ചതാ ചെറുപയർ ഇട്ടിട്ട്. ഓള് പറഞ്ഞു വേണ്ട ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. ഓള് ബിരിയാണി വാങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്, എനിക്ക് ഇഷ്ടമല്ല എപ്പോഴും ബിരിയാണി, എനിക്ക് സാധാ ചോറ് തന്നെ ഇഷ്ടം. അത് ഇപ്പൊ ചമ്മന്തി ആണെങ്കിലും ഇനി ഉപ്പ് ഒന്നുമില്ലെങ്കിൽ തൈരും ഉപ്പിട്ട് പച്ചമുളക് കരുതിയാലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ബിരിയാണിനോട് കഴിക്കൂലെന്നല്ല, പക്ഷെ എപ്പോഴെങ്കിലും. അപ്പൊ ഞാൻ ഓളോട് തന്നെ എനിക്ക് സാധാ ചോറ് പറഞ്ഞു. ഓളൊരു ബിരിയാണി വാങ്ങി ചിക്കന്, എനിക്ക് സാധാ ചോറും വാങ്ങിത്തു. ഓള് എന്നെ ഇവിടെ ഇറക്കി തന്നു റൂമിന്റെ അവിടെ. അങ്ങനെയാണ് ഞാനിന്ന് ചോറ് വാങ്ങിയത്. അപ്പൊ ഞാൻ ചെറുപയറെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇനി നാളെ കഞ്ഞിയാക്കണം. നമുക്ക് അടുത്ത മാസം റൂം മാറണം. ഇപ്പൊ റൂം നോക്കി നടക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടാ, ലൈക്ക് അടിച്ചോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. പഠിച്ചോന് എല്ലാവർക്കും ആയുസ്സും ആഫിയത്തും എല്ലാം തരട്ടെ. അപ്പൊ ഇന്ന് ചെറിയ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചിട്ട് കഴിക്കാന്ന്. Control video. Okay, bye bye.